വർഷം 2000. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 44 രൂപയാണ്. 2026 അത് 90 രൂപയായി. വിച്ച് മീൻസ് നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു. ഇത് നല്ലതാണോ മോശമാണോ? ഇത് ആർക്കാണ് നല്ലതായിട്ട് വരിക? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. അയാൾ അയാളുടെ കുടുംബത്തിലേക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുന്നു. അയാൾ 2000-ലും 2026-ലും അയച്ചു കൊടുക്കുന്നത് ഒരേ എമൗണ്ട് ആണ്, ഒരു ഡോളർ. അയാൾ അയച്ചു കൊടുക്കുന്നത് ഒരേ എമൗണ്ട് ആണെങ്കിലും 2026-ൽ അയാളുടെ ഫാമിലിയിലേക്ക് കിട്ടുന്നത് 90 രൂപയാണ്. അത് അയാൾക്ക് നല്ലതാണ്. ഇനി നേരെ തിരിച്ച് ഇതേ ആളെ നമ്മൾ കാനഡയിൽ പഠിപ്പിക്കാൻ വിടുമെന്ന് വിചാരിക്കുക. ഫീസ് ഒരു $1 ആണെന്ന് വിചാരിക്കുക. 2000-ലാണെങ്കിൽ നമ്മൾ 44 രൂപ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ 2026-ലാണെങ്കിൽ 90 രൂപ നമ്മൾ കൊടുക്കണം. സോ ഈ രണ്ട് സിനാരിയോയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഫണ്ട് വരുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ടേക്കാണ് നമ്മൾ ഫണ്ട് കൊണ്ടുപോകുന്നത്. സോ നമുക്കിത് നഷ്ടമാണ്. എന്താണ് ഒരു സാധനത്തിന്റെ മൂല്യം നിശ്ചയിക്കുന്നതെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഐലൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു 10 തേങ്ങയുണ്ട്, ഒരു 15 ആവശ്യക്കാരും ഉണ്ട്. സോ ഇവിടെ തേങ്ങയുടെ ലഭ്യത ഭയങ്കര കുറവും അതുപോലെ തന്നെ ആവശ്യക്കാർ ഭയങ്കര കൂടുതലുമാണ്. സോ തേങ്ങയുടെ വാല്യൂ എത്ര കൂടിയാലും വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇനി നേരെ തിരിച്ച് ചിന്തിക്കാം. 15 തേങ്ങയും 10 ആവശ്യക്കാരേ ഉള്ളൂ. തേങ്ങയുടെ മൂല്യം എത്ര കൂട്ടിയാലും ലഭ്യത കുറവായതുകൊണ്ട് ആരും വാങ്ങാൻ തയ്യാറാവുന്നില്ല. അതായത് മൂല്യം കുറഞ്ഞു. ഇത് തന്നെയാണ് ഇന്ത്യൻ റുപ്പിയുടെ കാര്യം വരുമ്പോഴും. സർക്കുലേറ്റ് ചെയ്യാൻ കുറേ രൂപയുള്ളത് കൊണ്ട് തന്നെ മൂല്യം കുറഞ്ഞു. 2000-ൽ കേവലം 44 രൂപ ഇട്ടായിരുന്ന ഡോളർ ഇന്ന് മേടിക്കണമെങ്കിൽ 90 രൂപ മുടക്കണം. ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷനെ ഓവർകം ചെയ്യാൻ ഒരുപാട് പൈസ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൂല്യം നഷ്ടമാവും. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അധികം പൈസ പ്രിന്റ് ചെയ്യാത്തത്. സിംബാബ്വെ, വെനിസ്വേല ഒക്കെ അമിതമായി പ്രിന്റ് ചെയ്ത മൂല്യം കുറഞ്ഞ രാജ്യങ്ങളാണ്. ഒരു രാജ്യത്തിന്റെ ഏതൊരു പ്രൊഡക്റ്റും മറ്റൊരു രാജ്യം വാങ്ങുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള മൂല്യം വർദ്ധിക്കും. അത് തന്നെയാണ് കറൻസിയിലും പ്രാവർത്തികമാകും. ഇതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്താണെന്ന് മനസ്സിലാകണം, അല്ലെങ്കിൽ ഫോർ എക്സ്ചേഞ്ച് റിസർവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാകണം. അതായത് ഒരു രാജ്യത്തിന്റെ എന്തെങ്കിലും ഒരു അസറ്റ്സ് അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഫോർ എക്സ്ചേഞ്ച് റിസർവ് എന്ന് വിളിക്കുന്നത്. ഇത് ക്യാഷ് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹൈ ലിക്വിഡിറ്റി അസറ്റ്സ് ആയിരിക്കാം, അതായത് ഗവൺമെന്റ് ബോണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ആയിരിക്കാം, അല്ലെങ്കിൽ US ഡോളർ ആയിരിക്കാം, അങ്ങനെ എന്തും ആയിരിക്കാം. ഇതിൽ US ഡോളർ ആണ് എല്ലാ രാജ്യക്കാരും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോറിൻ റിസർവ് എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം വാല്യൂ ഉള്ള സാധനമാണ് ഈ US ഡോളർ എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ കറൻസിയും ഇതുപോലെ തന്നെ മറ്റുള്ള രാജ്യക്കാർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. സോ അവരത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ മൂല്യം നഷ്ടമാവുന്നതും. ഇന്ത്യയിൽ 85% ഓഫ് ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്നത് വിദേശത്ത് നിന്നാണ്. സോ ആ സമയത്ത് ഗ്ലോബലി അതിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ്റെ റേറ്റും കൂടുന്നു. അതുപോലെ തന്നെയാണ് ഗോൾഡിൻ്റെ റേറ്റ്. സോ പ്രാക്ടിക്കലി ഇൻഫ്ലേഷൻ്റെ റേറ്റ് കുറയണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്നും അമിതമായിട്ട് എക്സ്പോർട്ട് നടത്തണം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കാറ്, ഇമ്പോർട്ടാണ് ചെയ്യാറ്. ഇൻഫ്ലേഷൻ കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ലാഭം ഉണ്ടോ എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം. വർഷം 2000 ആണെന്ന് വിചാരിക്കുക. സോ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കടം എന്ന് പറയുന്നത് 10,000 കോടിയാണെന്ന് വിചാരിക്കുക. സാധാരണ ഗവൺമെൻറ്റിൻ്റെ കടം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ഇനി 2026-ൽ ഇൻഫ്ലേഷൻ കൂടിയ കാലത്ത് കൂടുതൽ ടാക്സ് ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുകയും മൂല്യം കുറഞ്ഞ ഈ പൈസ കൊണ്ട് കടബാധ്യത തീർക്കുകയും ചെയ്യാം. ഇതിനെയാണ് ഡെബിറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.